വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 715 മാർക്കോടെ ഓൾ ഇന്ത്യ തലത്തിൽ 49 റാങ്കും കേരളത്തിൽ 3 റാങ്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ദേവദർശൻ ആർ നായർ. 10ാം ക്ലാസ്സിന് ശേഷം ബ്രില്യന്റിന്റെ IIT എയിംസ് 2-ഇയർ +2 പ്രോഗ്രാമിലൂടെയാണ് ഈ മിടുക്കൻ ആരും കൊതിക്കുന്ന സ്കോറിലേക്ക് എത്തിയത്. +1 +2വിനോടൊപ്പമുള്ള എൻട്രൻസ് പരിശീലനത്തെ പറ്റി ദേവദർശനും അച്ഛൻ ഡോക്ടർ രാജേഷ് എസ്, അമ്മ ഡോക്ടർ ദീപ കൃഷ്ണൻ എന്നിവർ പങ്കുവയ്ക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്ത് ചെയ്ത പോലെ +1 +2 കോച്ചിങ് എടുത്തിട്ട് എൻട്രൻസ് എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. ചാവറ പബ്ലിക് സ്കൂൾ പാലയിലായിരുന്നു ഞാൻ +1 +2 പഠിച്ചത്. എൻട്രൻസ് എക്സാം നമ്മൾ ഇതുവരെ 10ാം ക്ലാസ് വരെ ഡീൽ ചെയ്തിരിക്കുന്ന എക്സാംസ് പോലെ അല്ലല്ലോ, അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്രില്യൻറ്റിൽ വന്നു, കുറേ മോഡൽ എക്സാംസും ഒക്കെ എഴുതി. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടി. എന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്രില്യൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ടീച്ചേഴ്സ്, വളരെ അപ്രോച്ചബിൾ ടീച്ചേഴ്സ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതിനൊക്കെ നല്ലപോലെ സമയം കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടേഴ്സും വളരെ നല്ലപോലെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് വളരെ നല്ലൊരു പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാംസ് നീറ്റിനോട് വളരെ സിമിലർ ആയിട്ടുള്ളതാണ്. ഇവിടെ കണ്ടിട്ടുള്ള കുറേ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിനും കുറേ വന്നിട്ടുണ്ട്. ഒരു ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പക്ഷേ ഇത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വായിച്ചപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാണ്. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ +1 +2 അവിടെ പഠിക്കാൻ എത്തിയതിന് ശേഷം ഫുള്ളി അതിനകത്തോട്ട് അങ്ങ് ശ്രദ്ധ വരികയും എനിക്ക് വളരെ എക്സെപ്ഷണലായിട്ട് തോന്നിയൊരു ഒരു കാര്യം +1 +2 എന്ന് പറയുന്നതിനെ സൈഡ് ലൈൻ ചെയ്തിട്ടില്ല ഒരിക്കലും. +1 +2 എൻട്രൻസ് മാത്രം അല്ല, +1 +2 വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൺകറൻ്റായിട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ആ +1 +2വിൻ്റെ ഇമ്പോർട്ടൻസ് കളയാതെ, എന്നാൽ ആ ഒരു ഇയർ നഷ്ടപ്പെടാതെ, ഒരു റിപ്പീറ്റിംഗ് എന്നുള്ളൊരു കർമ്മത്തിന് മുതിരാതെ അതിൻ്റെ കൂടെ തന്നെ കൺകറൻ്റായിട്ട് അത് കൊണ്ടുപോകാൻ ഒരുപാട് എഫേർട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ട്. അത് ഇവരിൽ ഒരു ഡിസ്ട്രെസ് ഉണ്ടാക്കാതെ അത് ഇത്രയും വരെ എത്തിക്കാൻ പറ്റും, നല്ലൊരു റിസൾട്ട് എത്തിക്കാൻ പറ്റുന്നത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും. അവസാനമൊക്കെ ആയപ്പോഴത്തേന് എക്സാമിൻ്റെ ഇൻറ്റൻസിറ്റി ലെവൽ കൂട്ടുകയും ചിലപ്പോൾ പിന്നെ റിയലി സ്ലോ ഡൗൺ ചെയ്യുകയും ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തത്. യു ആർ ജസ്റ്റ് ചിസലിംഗ് ദീസ് പീപ്പിൾ ഔട്ട് ഇൻ ടു എ വെരി സ്ട്രോങ് വെപ്പൺ ടു ഈ എൻട്രൻസ് ഇങ്ങനെ എഴുതാൻ, അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ ഒരു സമയം കൊണ്ട് അറിവുള്ള എല്ലാവരും അവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ അറിവുള്ളവർ മുഴുവൻ അത് എഴുതി പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും, അതായത് അറിയുക, പഠിക്കുക, അപ്ലൈ ചെയ്യുക, എഴുതുക, അത് കൃത്യമായിട്ട് എഴുതുക, ഇതിനൊക്കെ ചിസിൽ ചെയ്തെടുക്കാൻ ഒരു പക്ഷേ ഈ ബ്രില്യൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ ആ മെക്കാനിസത്തിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കുട്ടികൾക്ക് ഓരോന്നിനും ഓരോന്ന് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ റോ ആയിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പം ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളുടെ മകളും ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പോഴും അവൾ 2 വർഷം സ്കൂളിൽ പഠിച്ചു, ബ്രില്യൻറ്റിൻ്റെ കീഴിൽ തന്നെ പഠിച്ചു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് ബ്രില്യൻറ്റ് വളരെ നല്ല രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കുന്നു, അതിൽ ഫോക്കസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ ഇടുന്നു. ശരിക്ക് ഒരു ഡയമണ്ട് നമ്മൾ ഉരച്ച് മിനുസപ്പെടുത്തി ഷാർപ്പൻ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് എനിക്ക് തോന്നിയത്. ഇവരൊക്കെ വളരെ റോ ആൻഡ് അൺകട്ട് ഡയമണ്ട്സ് ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ ആ പ്രോസസ്സ് വളരെ സയൻറ്റിഫിക്കായിട്ട്, എന്നാൽ കുട്ടികളെ ഒട്ടും ഹേർട്ട് ചെയ്യാതെയും ഒട്ടും പ്രഷറൈസ് ചെയ്യാതെയാണ് അവർ ചെയ്യുന്നത്. അപ്പം മോളുടെ ആ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ബ്രില്യൻറ്റിൻ്റെ ആ ഒരു അപ്രോച്ച്. ദേവദർശനും പാരൻസിനും പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ദേവദർശൻ മാത്രമല്ല, 2024 നീറ്റ് എക്സാമിൽ 720ൽ 720 സ്കോർ നേടി രാജ്യത്തെ ഒന്നാമനായ ശ്രീനന്ദ് ശർമിൽ ബ്രില്യൻ്റ് സ്കോളർഷിപ്പ് 1 കോടി രൂപ നേടിയാണ് എയിംസ് ഡൽഹിയിലേക്ക് കടന്നു ചെല്ലുന്നത്. കൂടാതെ JEE അഡ്വാൻസ്ഡിൽ കേരള ടോപ്പറായി ബോംബെ IITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തിയ നെവിൻ സിബി, JEE മെയിൻ കേരള 1ാം സ്ഥാനത്തോടെ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടിയ ഹാഫിസ് റഹ്മാൻ, കീം എൻട്രൻസ് എക്സാമിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടിയ ദേവാനന്ദ് P ഉൾപ്പെടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2-ഇയർ +2 പ്രോഗ്രാമിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളാണ് രാജ്യത്തെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ സാധ്യമാക്കിയത്. സോ നിങ്ങൾക്കും രാജ്യത്തെ പ്രമുഖ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലാം, ആഗ്രഹിച്ച കരിയർ കെട്ടിപ്പടുക്കാം.
2027 +2 പൂർത്തിയാവുന്നതിനോടൊപ്പം ബ്രില്യൻറ്റിന്റെ IIT എയിംസ് 2-year +2 പ്രോഗ്രാമിലൂടെ വിജയം നേടാനുള്ള അവസരമാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് സെപ്റ്റംബർ 29-ന് ഓഫ്ലൈനായി നടക്കും. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലും കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലും കൂടാതെ ഇന്ത്യക്ക് പുറത്ത് ദുബായിലും ഖത്തറിലുമാണ് സ്ക്രീനിംഗ് ടെസ്റ്റിനായി സെന്ററുകൾ ഉണ്ടാവുക. സ്ക്രീനിംഗ് ടെസ്റ്റിൽ മികച്ച സ്കോർ നേടുന്ന വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളും ഉണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്ക്രീനിംഗ് ടെസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ലഭിക്കുന്നത്. 2ാം സ്ഥാനത്തിന് 5 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 4 ലക്ഷം രൂപയും 4-5 സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും ക്യാഷ് പ്രൈസ് ലഭിക്കും. കൂടാതെ സ്ക്രീനിംഗ് ടെസ്റ്റിൽ യോഗ്യത നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മിനിമം സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതുമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്ക്രീനിംഗ് ടെസ്റ്റിൽ യോഗ്യത നേടാൻ സാധിച്ചാൽ അർഹത ഉറപ്പുവരുത്തിയതിനു ശേഷം സ്റ്റുഡൻറ് മൈത്രി സ്കീമിലൂടെ 100 വിദ്യാർത്ഥികളെ പൂർണ്ണമായോ ഭാഗികമായോ ഫീസ് ഇളവ് നൽകി പഠിപ്പിക്കാനും ബ്രില്യൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും മറ്റൊരു എൻട്രൻസ് സ്ഥാപനവും ഇതുവരെയും ആലോചിക്കാത്ത തരത്തിലുള്ള സേവനമാണ് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ് മൈത്രിയിലൂടെ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. സോ നിങ്ങൾക്കും ഈ ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാകാം. സ്ക്രീനിംഗ് ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്യുന്നതിനായി brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം 04822206 എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.